നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പാമ്പാടി കുറ്റിക്കലിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂൾ മതിലിൽ ഇടിച്ച് അപകടം. 3 വയസ്സുകാരൻ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മല്ലപ്പള്ളി സ്വദേശികൾ. മണർകാട് വിശുദ്ധ മർത്തമറിയം പള്ളി ഒരുങ്ങുന്നു. 8 നോമ്പാചരണം സെപ്റ്റംബർ 1 മുതൽ 8 വരെ. നാളെ ചിങ്ങപ്പുലരി. മലയാളിക്ക് പുതുവർഷാരംഭം. തിരുവോണത്തിന് ഇനി 20 നാൾ. സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ സമരസംഗമം. വിവിധ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വം. ജില്ലയിലൊട്ടാകെ സമരസംഗമം. വാർത്തകൾ വിശദമായി. പാമ്പാടി കുറ്റിക്കലിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂൾ മതിലിൽ ഇടിച്ചു കയറി അപകടം. മല്ലപ്പള്ളി സ്വദേശിയായ 3 വയസ്സുകാരൻ മരിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30യോടെയായിരുന്നു അപകടം ഉണ്ടായത്. പാമ്പാടി കുറ്റിക്കലിൽ നിയന്ത്രണം വിട്ട കാർ സെന്റ് തോമസ് സ്കൂളിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി 3 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു. 5 വയസ്സുള്ള ആൺകുട്ടിയടക്കം കാർ യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് അപകടമുണ്ടായത്. മല്ലപ്പള്ളി സ്വദേശികളായ 7 പേരാണ് കാറിലുണ്ടായിരുന്നത്. മാമോദിസ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു കുടുംബം. 3 വയസ്സുകാരൻ കീത്ത് തോമസ് ആണ് മരിച്ചത്. പാമ്പാടി ഭാഗത്തു നിന്നും മല്ലപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന നെക്സോൺ കാറാണ് നിയന്ത്രണം വിട്ട് സ്കൂൾ മതിലിലേക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഓടിക്കൂടിയ നാട്ടുകാർ കാറിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ച് പാമ്പാടി താലൂക്ക് ആശുപത്രിയിലേക്കും ഇവിടെ നിന്നും കാരിത്താസിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. വാഹനം ഓടിച്ചിരുന്ന കുട്ടിയുടെ മാതൃപിതാവിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴുന്നതിനെ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് തിരുനാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. സെപ്റ്റംബർ 1 മുതൽ 8 വരെ തീയതികളിലാണ് നോമ്പാചരണം. 8 നോമ്പാചരണത്തിന്റെ ആരംഭസ്ഥാനവും ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രവുമായ മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഈ വർഷത്തെ 8 നോമ്പ് പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. വ്രതശുദ്ധിയോടെ 8 നോമ്പ് പെരുന്നാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ തീയതികളിൽ നടക്കും. 1-ാം തീയതി കുടിമരം ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് നടക്കുന്ന റാസയ്ക്കും ആശീർവാദത്തിനും ശേഷമുള്ള നേർച്ചവിളമ്പോടെ സമാപിക്കും. ഈ മാസം 31-ന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് തുടക്കമാകും. സെപ്റ്റംബർ 1 മുതൽ 14 വരെയുള്ള എല്ലാ ദിവസവും കത്തീഡ്രലിലെ കുർബാനയ്ക്ക് മെത്രാപ്പൊലീത്തമാർ പ്രധാന കാർമ്മികത്വം വഹിക്കും. സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദിവസങ്ങളിൽ 12-ന് ഉച്ച നമസ്കാരവും വൈകിട്ട് 5 മണിക്ക് സന്ധ്യാ നമസ്കാരവും ഉണ്ടായിരിക്കും. 1 മുതൽ 5 വരെ തീയതികളിലെ രാവിലെ 11-നും ഉച്ചകഴിഞ്ഞ് 2:30-നും പ്രസംഗം. സെപ്റ്റംബർ 1, 3, 5 തീയതികളിൽ വൈകിട്ട് 6:30-ന് ധ്യാനം എന്നിവ നടക്കും. സെപ്റ്റംബർ 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് കൊടിമര ഘോഷയാത്ര. അന്നേ ദിവസം വൈകുന്നേരം 4:30-ക്ക് കൊടിമരം ഉയർത്തും. സെപ്റ്റംബർ 7-ന് ഉച്ച നമസ്കാരത്തിനു ഒപ്പം കത്തീഡ്രലിന്റെ പ്രധാന ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന നട തുറക്കൽ ചടങ്ങ് നടക്കും. 11:30-ന് ഉച്ച നമസ്കാരത്തെ തുടർന്ന് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ നട തുറക്കൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 8 നോമ്പ് പെരുന്നാളിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കറി നേർച്ച അഥവാ പാച്ചോർ നേർച്ച 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് തയ്യാറാക്കും. പ്രധാന പെരുന്നാൾ ദിനമായ 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും നടക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് നേർച്ച വിളമ്പും നടക്കും. സ്ലീബ പെരുന്നാൾ ദിനമായ 14-ാം തീയതി രാവിലെ 7:30-ന് 3-ന്മേൽ കുർബാന നടക്കും. തുടർന്ന് വൈകിട്ട് നടയടയ്ക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാളെ ചിങ്ങം 1. കർക്കിടകം പിന്നിട്ട് പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരി നാളെ പിറക്കും. മലയാളിക്ക് പുതുവർഷം പിറക്കുകയാണ് ചിങ്ങം 1-ന്. നാളെ ചിങ്ങം 1. പ്രതീക്ഷയുടെ പൊൻപുലരിയെ കാത്തിരിക്കുകയാണ് മലയാളക്കര. മലയാളിയുടെ പുതുവർഷാരംഭമാണ് ചിങ്ങം 1-ന്. പഞ്ഞക്കർക്കിടകം മാറി ചിങ്ങപ്പുലരി പിറക്കുന്നതോടെ സമൃദ്ധിയും ഐശ്വര്യവും നിറയുന്ന ദിനങ്ങളാണ് മലയാളിക്ക് മുന്നിൽ ഇനിയുള്ളത്. സന്തോഷം നിറഞ്ഞ പുതുവർഷത്തിലേക്കാണ് പൊന്നിൻ ചിങ്ങപ്പുലരിയെ മലയാളി വരവേൽക്കുന്നത്. ചിങ്ങം 1 കർഷക ദിനം കൂടിയാണ്. കാർഷിക സംസ്കാരത്തിന്റെയും ഓണനാളുകളുടെയും ഗൃഹാതുര സ്മരണകൾ ഉണർത്തിയാണ് ഓരോ ചിങ്ങമാസവും പിറക്കുന്നത്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മാസമാണ് കർഷകന് ചിങ്ങമാസം. ചിങ്ങമാസം പിറക്കുന്നത് മുതൽ മഹാബലി തമ്പുരാനെ വരവേൽക്കാനായി മലയാളിയും മലയാള മണ്ണും ഒരുക്കം തുടങ്ങും. പൂക്കളം ഒരുക്കാനായി തുമ്പയും മുക്കൂറ്റിയും വിവിധങ്ങളായ പൂക്കളം കൊണ്ട് പ്രകൃതിയും തയ്യാറാകും. ഇക്കുറി ചിങ്ങം 20-നാണ് തിരുവോണം, അതായത് സെപ്റ്റംബർ 5-ാം തീയതി. ഓഗസ്റ്റ് 26-ാം തീയതിയാണ് അത്തം തുടങ്ങുന്നത്. പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരിയിലേക്ക് മലയാളി കൺതുറക്കുമ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതുവർഷം പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐ സമരസംഗമം സംഘടിപ്പിച്ചു. വിവിധ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഒട്ടാകെ ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ സമരസംഗമം സംഘടിപ്പിച്ചത്. കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിജിത്ത് കുന്നപ്പള്ളി അധ്യക്ഷനായി. സജേഷ് തങ്കപ്പൻ, ജോൺ ബേബി, പാർവതി രഞ്ജൻ, നിതിൻ ചന്ദ്രൻ, പ്രവീൺ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ കേരളത്തിന് പുറത്ത് വർഗീയ സംഘർഷങ്ങൾ നിരന്തരമായി സംഭവിക്കുമ്പോൾ, അത് ബോധപൂർവമായി സൃഷ്ടിക്കപ്പെടുമ്പോൾ, അതിന് അനുനിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഭരണകൂടം തന്നെ, കേന്ദ്ര ഭരണാധികാരികൾ തന്നെ നേതൃത്വം നൽകുമ്പോൾ ഒരു മതനിരപേക്ഷ രാജ്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ യുവജനങ്ങളോടും പൊതുജനാധിപത്യ സമൂഹത്തോടും അഭ്യർത്ഥിക്കുകയാണ് ഡിവൈഎഫ്ഐ ചെയ്യുക. അതുകൊണ്ട് ഡിവൈഎഫ്ഐ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ രാജ്യത്തോട് ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ ഈ മതനിരപേക്ഷ രാജ്യത്തെ നിലനിർത്തുവാനുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി ഈ രാജ്യത്തിന്റെ തെരുവിലേക്ക് ദേശീയ പതാകയും നക്ഷത്രാങ്കിത ശുഭ്രപതാകയുമായി വരുന്നു ഞങ്ങൾ ഡിവൈഎഫ്ഐ. വൈക്കം തലയാഴം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വൈക്കം താലൂക്ക് ആശുപത്രി വികസനം ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. ദേശീയാരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ തലയാഴം പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും പുതിയ ആശുപത്രി സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം മികച്ച നിലവാരത്തിലായി. തെറ്റായ കാര്യങ്ങളാണ് ആരോഗ്യരംഗത്തെക്കുറിച്ച് ചിലർ പ്രചരിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ഉണ്ടാകണം. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം പോയി പ്രമേഹമുണ്ടോ, അല്ല രക്തസമ്മർദ്ദം ഉണ്ടോ, നമുക്ക് വിളർച്ചയുണ്ടോ പരിശോധിക്കാം. നമ്മൾ സ്ത്രീകൾ കൂടുതലാണല്ലോ ഈ സദസ്സിൽ. ചൊവ്വാഴ്ചകൾ സ്ത്രീകൾക്കുള്ളതാണ് കേട്ടോ. സ്ത്രീകളുടെ വെൽനസ് ക്ലിനിക്കാണ് എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിൽ നടക്കുന്നത്. നമ്മൾ പോയി പരിശോധിക്കണം. രോഗത്തിന്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല. എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളും ചികിത്സിക്കാതിരിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ലക്ഷ്യം. CK ആശ MLA അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് ജോർജ് MP, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു, തലയാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് P ദാസ്, വൈസ് പ്രസിഡന്റ് ജെൻസി സോണി തുടങ്ങിയവർ പങ്കെടുത്തു. NHMൽ നിന്ന് 1.11 കോടിയും ആർദ്ര മിഷനിൽ നിന്ന് 15.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിട സമുച്ചയത്തിൽ രജിസ്ട്രേഷൻ കൗണ്ടർ, പ്രഥമ പരിശോധനാ മുറി, 3 OP മുറികൾ, നിരീക്ഷണ മുറി, ഫാർമസി, ലാബ്, നെബുലൈസേഷൻ മുറി, മുലയൂട്ടൽ മുറി, ഡ്രസ്സിംഗ് മുറി, നേത്ര പരിശോധനാ മുറി, വിശാലമായ രോഗീ സൗഹൃദ കാത്തിരിപ്പ് സ്ഥലം എന്നിവയ്ക്കൊപ്പം നഴ്സിംഗ് സ്റ്റേഷൻ, പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേകം ശൗചാലയങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ 2 ഡോക്ടർമാർ, 2 സ്റ്റാഫ് നഴ്സുമാർ, 1 ലാബ് ടെക്നീഷ്യൻ, 2 ഫാർമസിസ്റ്റുമാർ എന്നിവരെയാണ് നിയമിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മറ്റക്കര ജ്ഞാനപ്രകാശിനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും സെമിനാറും നടത്തി. ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ J വട്ടംതൊട്ടിയിൽ പതാക ഉയർത്തി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മഹാത്മാഗാന്ധി സർവകലാശാല പഠന വിഭാഗം ഗവേഷകൻ മിറാഷ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതിയുടെ ക്യാമ്പ് ഏറ്റുമാനൂരിൽ നടന്നു. ജില്ലാ ജഡ്ജി പ്രസൂൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതിയുടെ ക്യാമ്പ് ജില്ലാ ജഡ്ജി പ്രസൂൺ മോഹൻ ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതുപോലെ എല്ലാവർക്കും നീതി ഉറപ്പാക്കാൻ നിയമ സംവിധാനങ്ങളുടെ വികേന്ദ്രീകരണം ആവശ്യമാണെന്നും കൂടുതൽ കോടതികൾ പ്രവർത്തിക്കുന്നത് വേഗത്തിൽ നീതി ലഭ്യമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അഭിഭാഷക സംഘടനകൾക്ക് വലിയ പങ്കു വഹിക്കാനുണ്ടെന്നും ജില്ലാ ജഡ്ജി അഭിപ്രായപ്പെട്ടു. കൂടുതൽ കേസുകൾ വരുമ്പോൾ ആ കേസുകൾ തീർപ്പാക്കണം, അത് വേഗത്തിൽ തീർപ്പാക്കണം എന്നുള്ളതാണ് നമ്മുടെ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മോട്ടോ. പക്ഷേ അത് സാധിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതിന് സ്റ്റേറ്റിൻ്റെ സഹകരണങ്ങൾ ആവശ്യമാണ്. അതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജഡ്ജ് ലിറ്റിഗേഷൻ റേഷ്യോ താഴേക്ക് കൊണ്ടുവരാൻ കഴിയുകയും അതനുസരിച്ച് അതിവേഗം നീതി സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കാനായിട്ട് എല്ലാ വിഭാഗം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുള്ളത് അഭിഭാഷകർ തന്നെയാണ്. അഭിഭാഷക അസോസിയേഷനും അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്.
കുടുംബക്കോടതി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB വെട്ടൂർ അധ്യക്ഷത വഹിച്ചു. കുടുംബക്കോടതി ജില്ലാ ജഡ്ജി KM വാണി മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് A നിസാം, മുൻസിഫ് അന്നു മേരി ജോസ്, നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ്, നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KR മനോജ് കുമാർ, ട്രഷറർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാ മാസത്തിലും 2ാം വ്യാഴാഴ്ചയാണ് MACT ക്യാമ്പ് ഏറ്റുമാനൂരിൽ നടക്കുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ സ്വാതന്ത്ര്യ വാരാഘോഷത്തിന് തുടക്കം. ഇതോടനുബന്ധിച്ച് തിങ്കളാഴ്ച ദേശഭക്തിഗാന മത്സരവും ഓൺലൈൻ ആർട്ട് കോമ്പറ്റീഷനും സംഘടിപ്പിക്കും. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സ്വാതന്ത്ര്യ വാരാഘോഷത്തിന് തുടക്കമായി. കോളേജ് അങ്കണത്തിൽ NCCയുടെ നേതൃത്വത്തിൽ കോളേജ് ബർസാറും കോഴ്സ് കോർഡിനേറ്ററുമായ റവറൻ ഫാദർ ബിജു കുന്നക്കാട്ട് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തി. കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചിരുന്നു. ഭൗതിക ശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരവ് സമർപ്പിക്കുന്ന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ ഓപ്പൺ ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. PG കെമിസ്ട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബാറ്റിൽ ഓഫ് ബ്രെയിൻസ് എന്ന പേരിൽ പ്രശ്നോത്തരിയും, ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ പിന്തുടർച്ചയും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ പ്രഭാഷണവും സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ രാഷ്ട്രതന്ത്ര വിഭാഗം അധ്യാപകൻ റോണി K ബേബി പ്രഭാഷണത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ അധ്യക്ഷയായിരുന്നു. കോളേജിലെ സെൽഫ് ഫിനാൻസ് PG കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച ദേശഭക്തിഗാന മത്സരം സംഘടിപ്പിക്കും. സെൽഫ് ഫിനാൻസ് BCA വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ലൈൻ ആർട്സ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കും. വിവിധ പരിപാടികൾക്ക് NCC ക്യാപ്റ്റൻ ഡോക്ടർ ലൈജു വർഗീസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഡെന്നി തോമസ്, ഡിപ്പാർട്ട്മെന്റ് മേധാവിമാരായ ഡോക്ടർ സന്തോഷ് കുമാർ, ഗ്യാബിൻ ജോർജ്, ഡോക്ടർ തോമസ് പുളിക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ജനറൽ ആശുപത്രി വളപ്പിലെ മാലിന്യം നിറഞ്ഞ സ്ഥലം ഇപ്പോൾ പുൽമേടയായി. ഡോക്ടറും സ്വീപ്പറും ചേർന്നാണ് ഇവിടെ പച്ച പുൽമേട ഉണ്ടാക്കിയത്. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടറും സ്വീപ്പറും ചേർന്ന് മാലിന്യം നിറഞ്ഞ സ്ഥലം പുൽമേടയാക്കി മാറ്റിയത് വേറിട്ട കാഴ്ചയായി. ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ ഷാനു PM, പാർട്ട് ടൈം സ്വീപ്പറായ ഹരികുമാർ മറ്റക്കര എന്നിവർ ചേർന്നാണ് പാലാ ജനറൽ ആശുപത്രിയിൽ പച്ച പുൽമേട ഉണ്ടാക്കിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന പേവാർഡിനോട് ചേർന്നുള്ള സ്ഥലം പുൽമേടയാക്കി മാറ്റാൻ ഇരുവരും തീരുമാനിച്ചത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷിന്റെ പിന്തുണയും സഹായവും കൂടിയായപ്പോൾ പ്രവർത്തനം ഊർജിതമായി. ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലുമായാണ് ഘട്ടം ഘട്ടമായി പണി പൂർത്തീകരിച്ചത്. ആദ്യഘട്ടം പൂർത്തീകരിച്ചപ്പോൾ ആശുപത്രിയിലെ RMO ഡോക്ടർ അരുൺ, ഡോക്ടർ രേഷ്മ, നഴ്സിംഗ് സൂപ്രണ്ട് ഷെറീഫ VM, HAC ഓഫീസർമാരായ രാജു VR, സിന്ധു P നാരായണൻ, ആശുപത്രിയിലെ സഹജീവനക്കാർ എന്നിവർ ഉൾപ്പെടെ പിന്തുണയുമായി എത്തി. വൃത്തിഹീനമായി കിടന്ന ചെടികളും മരങ്ങളും മറ്റും വെട്ടി മണ്ണ് കിളച്ച് കല്ലുകളും മറ്റും നീക്കി വൃത്തിയാക്കിയെടുക്കുന്നത് ശ്രമകരമായിരുന്നുവെന്ന് ഹരികുമാർ പറയുന്നു. 2025 ജൂലൈ മാസത്തോടെ പുല്ല് പടർന്ന് പച്ചപ്പരവതാനി വിരിച്ചു. ആശുപത്രിയിലെ പ്രധാന പ്രവേശന കവാടത്തിനടുത്തായതിനാൽ ഫോട്ടോ എടുക്കാനും പലരും ഈ സ്ഥലം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പച്ചപ്പുല്ല് ഗാർഡന്റെയും ഗാർഡൻ ക്ലബിന്റെയും ഉദ്ഘാടനം സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് T നിർവഹിച്ചു. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സിന്ധു KV, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഷീന ജോർജ്, സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അകലക്കുന്നം പഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കാർഷിക കർമ്മസേനയിലേക്ക് യുവതി യുവാക്കളെ ക്ഷണിച്ചു. കാർഷിക മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള അകലക്കുന്നം പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ളവർക്ക് അഗ്രികൾച്ചറൽ ടെക്നീഷ്യനായി അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 55-നും മധ്യേ. വിവരങ്ങൾക്ക് 0481295101 നമ്പറിൽ ബന്ധപ്പെടുക. വേൾഡ് മലയാളി കൗൺസിൽ 30 വർഷത്തിന്റെ നിറവിൽ. ഇതോടനുബന്ധിച്ച് പത്തനാപുരം ഗാന്ധി ഭവന്റെ സഹകരണത്തോടെ 50 നിർധന യുവതി യുവാക്കളുടെ വിവാഹം നടത്തുന്നു. ഇതിനാവശ്യമായ എല്ലാ ചെലവുകളും വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടനയാണ് ചെയ്യുന്നത്. ഒക്ടോബർ 2-ന് രാവിലെ 11 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെയാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവർക്ക് വളരെ 50 പേരുടെ വിവാഹം എന്ന് പറഞ്ഞാൽ 25 പേരുടെ വിവാഹം നടക്കുകയാണ്. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ഭവനിൽ വെച്ച് നടക്കുകയാണ്. അതിന് അവർക്ക് കൊടുക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് സ്വർണം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വസ്ത്രം, ക്യാഷ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ വിശദമായി ഏകദേശം ഒരു $3,50,000 രൂപ കൊടുത്ത് അവരെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാം.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പാടി കുറ്റിക്കലിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂൾ മതിലിൽ ഇടിച്ച് അപകടം. 3 വയസ്സുകാരൻ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മല്ലപ്പള്ളി സ്വദേശികൾ. മണർകാട് വിശുദ്ധ മർത്തമറിയം പള്ളി ഒരുങ്ങുന്നു. 8 നോമ്പാചരണം സെപ്റ്റംബർ 1 മുതൽ 8 വരെ. നാളെ ചിങ്ങപ്പുലരി. മലയാളിക്ക് പുതുവർഷാരംഭം. തിരുവോണത്തിന് ഇനി 20 നാൾ. സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ സമരസംഗമം. വിവിധ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വം. ജില്ലയിലൊട്ടാകെ സമരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.